ഹായ് ഫ്രണ്ട്സ്, വീടാകുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗി വേണം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എക്സ്റ്റീരിയറിൽ അതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലും ഇൻറ്റീരിയറിൽ അതിൽ വന്നിരിക്കുന്ന ഫർണിച്ചറിൻ്റെ ഭംഗിയുമാണ് വീടിനെ എടുത്ത് കാണിക്കുന്നത്. 2700 സ്ക്വയർ ഫീറ്റുള്ള 14 സെൻറ്റുള്ള 4 ബെഡ്റൂമോട് കൂടിയ മനോഹരമായിട്ടുള്ള വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആൽക്കൽ. നല്ല മഴയുള്ള സമയത്ത് വീടിൻ്റെ എക്സ്റ്റീരിയർ പറയാൻ നല്ല അടിപൊളിയല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗേറ്റ് ഓട്ടോമേഷനിലാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പേര് ആയാച്ച്. വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് അകത്ത് കാണാൻ പറ്റും. വീടിൻ്റെ ഗേറ്റ് ഡിസൈനിൽ പല ടൈപ്പുള്ള ഓരോ ഗ്രില്ലുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് സൈസിലാട്ടോ അത് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കയറുക അല്ലെങ്കിൽ മുറ്റത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. നാച്ചുറൽ സ്റ്റോണും നാച്ചുറൽ ഗ്രാസും ആണ് ഇവിടെ ഹൈലൈറ്റ്. മാക്സിമം പ്ലാന്റുകൾ കൊടുത്ത് മുറ്റം ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ ഡബിൾ ഹൈറ്റ് നമുക്ക് കാണാം. അതുപോലെ RR ക്ലാഡിങ് കാണാം, റൗണ്ട് ഷേപ്പ് കാണാം, ജിയോമെട്രിക്കൽ ഐഡിയാസ് കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ബഫല്ലോ ഗ്രാസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഇതുപോലുള്ള വലിയ പ്ലാന്റുകൾ കൊടുത്ത അടിപൊളിയല്ലേ? ഈ കാണുന്നത് വീടിൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്ന പോർഷനാണ്, അതായത് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാം, അതുപോലെ കാർ പോർച്ചിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും എൻട്രി ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോകൾ കൊടുത്തു, മേലെ ടെക്സ്ചർ വർക്കിൽ ഗ്രേ കളർ തീം കൊടുത്തു. അതുപോലെ ഒരു സപ്പോർട്ടിങ് മെറ്റൽ റാഡ് വരുന്ന രീതിയിലാണ് സൺഷെയ്ഡുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷിംഗിൾസ് കൊടുത്തിട്ടാണ് റൂഫിംഗ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ മാക്സിമം ഗ്രീനറി കൊടുക്കുക എന്നല്ലേ, അതിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ടിൽ നല്ല ഇരിപ്പിടങ്ങൾ കാണാം. കോഫീസിൻ്റെ നല്ല വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്ത ഫർണിച്ചറുകളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാർ പോർച്ച് ഈ ഒരു സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ സിറ്റ് ഔട്ടിലേക്കും ഒരു സ്ലോപ്പ് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെറ്റലിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ, ഒരു മരം പോലെ പന്തലിച്ച് നിൽക്കുന്ന ഒരു ഐഡിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്ലാന്റുകൾ ഈ ഒരു ഭാഗത്തും കൊടുത്തു. അപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ, എക്സ്റ്റീരിയർ നിർമ്മിക്കുമ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ആംബിയൻസ് അവിടെ മൊത്തമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഈ ഒരു വീട്ടുകാരും ഇതിൻ്റെ ഡിസൈനറും വിജയിച്ചിട്ടുണ്ട്. ഇവിടെ ഭംഗിയായിട്ടുള്ള ഒരു സീറ്റ് കൊടുത്തു, നല്ലൊരു സിറ്റിങ്ങും കൊടുത്തു. അപ്പം മുറ്റം ഗ്രാൻഡ് ആയില്ലേ? ഈ ഒരു എലിവേഷനിൽ നല്ലൊരു ജോമെട്രിക്കൽ ഷേപ്പുകൾ ഇതുപോലെ റൗണ്ട് ആയിട്ടും അതുപോലെ തന്നെ പെർഗോളയിലായിട്ടും അതുപോലെ ജാളിയിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മൊത്തം ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ? ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആർക്യൂബ് ഡിസൈനിൻ്റെ ഷമീർ ആണ്. അവരുടെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റും കൂടെയാണിത്. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ സിറ്റ് ഔട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ലൊരു സിറ്റ് ഔട്ട് എന്ന്. ഇവിടെയാണ് എൻട്രിക്ക് ഏറ്റവും പറ്റിയൊരു ഏരിയ. കാരണം ഇവിടെയുള്ള സ്റ്റെപ്പുകളാണെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണെങ്കിലും ഒന്ന് വേറെ തന്നെ. ഇതിൽ മരത്തടി കൊണ്ടുള്ള ഒരുപാട് ഐഡിയാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്ന ഇരിപ്പിടം. സിറ്റ് ഔട്ടിൽ സാധാരണ രീതിയിൽ പല ടൈപ്പ് സിറ്റിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ മെറ്റലിൻ്റെ കൂടെ ഈ ഒരു വുഡും കൂടെ വന്നപ്പോൾ അടിപൊളിയായില്ലേ? നല്ലൊരു ചെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഫീസിൻ്റെ ഡിസൈനുകൾ നിങ്ങൾക്ക് ഫർണിച്ചറുകൾ ഓരോന്നും സ്പെഷ്യൽ ഡിസൈനായിട്ട് കാണാം. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് പ്രൂഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീലിംഗ് ബോർഡിലേക്ക് മെറ്റലിൻ്റെ സ്ട്രിപ്പുകൾ ഗ്രേ കളർ വന്നപ്പോൾ ഈ ഒരു RR ക്ലാഡിങ്ങിൻ്റെ സെയിം ആംബിയൻസും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന വൈറ്റ് ബോർഡറുകൾ പല ഏരിയകളായിട്ട് നിങ്ങൾക്ക് പല ഷേപ്പുകളായിട്ട് കാണാം. ജോമെട്രിക്കൽ ഷേപ്പുകൾ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിന് വേറൊരു ഭംഗി തന്നെ. ഈ ഒരു ഏരിയയിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ നല്ല അലൂമിനിയം സ്ലൈഡിങ് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഓപ്പണിംഗ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നത്. മെയിൻ ഹാളിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസും കിച്ചണും അതുപോലെ തന്നെ ഫാമിലി സിറ്റിങ്ങും എല്ലാം ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റും. ഒരു ഫാമിലി ഗാദറിങ്ങിനൊക്കെ ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ തന്നെ നല്ലൊരു കോർട്ട്യാർഡ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോർട്ട്യാർഡിൽ നല്ല പ്ലാന്റ്സ് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജാളി വർക്ക് കൊടുത്തപ്പോൾ അതിൽ മോസ്കിറ്റോ മെഷും കൂടെ കൊടുത്ത് കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ ഒന്നും കൂടെ യൂസ്ഫുൾ ആയി. ഇപ്പോൾ ഈ ഒരു ഹാളിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാക്സിമം ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടോപ്പിൽ വലിയൊരു സർക്കിൾ ജോമെട്രിക്കൽ ഷേപ്പിൽ ഗ്ലാസ് കൊടുത്തു. അതിൽ നിന്ന് നല്ലൊരു വെളിച്ചം ഇവിടെ കിട്ടുന്നതുകൊണ്ട് പകൽ സമയത്ത് ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. ഇവിടെ നല്ല ടെറാക്കോട്ട ഡിസൈനുകൾ കൊടുത്തപ്പോൾ ഈ ഒരു ഗ്രീനറി ഒക്കെ വന്നപ്പോൾ വീടിൻ്റെ ഒരു ആംബിയൻസ് വേറെ ലെവലിലേക്ക് വന്നു. പക്ഷെ വുഡൻ വർക്കുകൾ നമുക്ക് ഇതിൽ പല ഇടങ്ങളിലായിട്ട് കാണാൻ പറ്റും. സീലിങ്ങിലാണെങ്കിലും
അതുപോലെ വാളുകളിലാണെങ്കിലും ഫർണിച്ചറിലാണെങ്കിലും അതിൻ്റെ തനതായ കളറിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് തന്നെയാണ് ഇവിടെ പല സ്ഥലങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പാനലിംഗ് എല്ലാം നല്ല ഒന്നാം തരം തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതേ ഒരു ഐഡിയ നമുക്ക് ഇവിടെയുള്ള ഫർണിച്ചറുകളെല്ലാം കാണാം. ഓഫീസിൻ്റെ ഡിസൈനുകൾ, ഫർണിച്ചറുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ചെറിയ എലമെൻസിൽ പോലും നിങ്ങൾക്ക് ആ ഡിസൈൻ ഐഡിയ കാണാൻ പറ്റും. അത് പല ഫർണിച്ചറുകളും ഞാൻ ഇവിടെ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെയുള്ള ലെതർ ഫർണിച്ചറുകൾ, വുഡൻ ഐഡിയകൾ നമുക്ക് അതിനകത്തൊക്കെ കാണാം. നല്ല ഒന്നാം തരം നല്ല ക്വാളിറ്റിയുള്ള വുഡ് കൊണ്ടാണ് അവരുടെ ഫർണിച്ചറുകൾ ഉണ്ടാകുക. പലപ്പോഴും ഫർണിച്ചർ വാങ്ങുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഉപയോഗിച്ച മെറ്റീരിയൽ ഏതാണെന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ കൊടുത്ത മെറ്റീരിയൽസും അതിൻ്റെ വർക്ക് ഫിനിഷും നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ്. ഈ ഒരു ലിവിങ് ഹാളിനെ ഭംഗിയാക്കുന്നതിൽ ഈ കാണുന്ന വോളിനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ വോളിലെ ഗ്രൂ ഡിസൈനിൽ നമുക്ക് വുഡ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ലൈറ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു ആക്സസ് അല്ലെങ്കിൽ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ നല്ല വിൻഡോകൾ ഒരു ഡിഫറെൻറ്റ് ഐഡിയയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ ആർട്ട് വർക്കുകൾ കാണാൻ പറ്റും. അതുപോലെ ലൈറ്റിങ്ങും ഡിഫറെൻ്റ് ആണ് ഈ ഒരു ലിവിങ്ങിൽ. ഈ ഒരു ഏരിയയിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കുകയുണ്ടായി നല്ലൊരു വാഷ് ബേസിൻ. ഇതിൻ്റെ മിറർ പോലും ഇവരുടെ വുഡൻ വർക്കിൻ്റെ ഐഡിയ നമുക്ക് കാണാൻ പറ്റും. നല്ല ഒന്നാം തരം വുഡിൽ ആ ഒരു ഷേപ്പിൽ എടുത്തിരിക്കുകയാണ്, ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഓഫീസ്. ഇനിതാ നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഡൈനിങ് ടേബിൾ ആണ്. ടേബിളിൻ്റെ കൂടെ അതിൻ്റെ ചെയറും അതിൻ്റെ ലെഗ് ഡിസൈനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ക്വാളിറ്റി വർക്കിൽ ഇതുപോലുള്ള ഡീറ്റെയിലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഈ ഒരു ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ടോപ്പിൽ വുഡ് കൊണ്ടുള്ള ഷെൽഫുകളാണ്. പലപ്പോഴും നമ്മൾ കാണുക മൾട്ടിവുഡ്, പ്ലൈവുഡ് ഇതുപോലുള്ള മെറ്റീരിയലുകളാണല്ലോ. എന്നാൽ ഇവിടെ എല്ലാം നല്ല തേക്ക് വുഡിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കൗണ്ടർ ടോപ്പ് കൊടുത്തു. ഇതിൻ്റെ ഷേപ്പ് നല്ലൊരു ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് മോഡുലാർ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ലൈറ്റ് ആംബിയൻസ് ആണ്. അതുപോലെ പെയിന്റ് കളർ ഒരു ലൈറ്റ് ഗ്രേ ടച്ചിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ലാമിനേറ്റ്സ് ഓഫ് വൈറ്റ് കളറിലും അതുപോലെ ഹാൻഡിൽസ് വുഡൻ കളറിലാണ് വന്നിരിക്കുന്നത്. റോസ് ഗോൾഡ് കളറുള്ള ചെറിയ ഏരിയകളും നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഈ ഒരു ഏരിയയ്ക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമ്മളൊരു മോഡുലാർ കിച്ചൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഡിസൈനാണ്. ഇതിൽ ലാമിനേറ്റ് ഒക്കെ കർവ് ചെയ്ത് കൊടുത്തു. അതുപോലെ നല്ല ചെയേഴ്സ് ഹൈഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തു. അതുപോലെ കുട്ടികൾക്ക് ഇനി പഠിക്കണമെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണെങ്കിലും ഈ ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നമ്മളൊരു എക്സ്ട്രാ കിച്ചൺ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന വലിയൊരു കിച്ചൺ. ഇതിൽ അപ്പർ ക്യാബിനറ്റ്സ് വുഡൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി സൈഡിൽ വരുന്ന യൂണിറ്റുകൾ ഓഫ് വൈറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഓവർ ഷോ വരില്ല. അപ്പോൾ നമ്മളെല്ലാവരെയും കണ്ണ് സ്ട്രൈക്ക് ചെയ്യും വുഡൻ കളറിലും ഈ കാണുന്ന വുഡൻ കളറിലാണ്. വലിയ ടോൾ യൂണിറ്റുകൾ ഈ ഒരു കിച്ചണിനെ ഭംഗിയാക്കുന്നുണ്ട്. അതുപോലെ അഡീഷണൽ വരുന്ന സ്റ്റോറേജുകൾ അതുപോലെ തന്നെ ട്രേകളൊക്കെ ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു കിച്ചൺ ഒരു വീട്ടിൽ എത്രത്തോളം കാര്യങ്ങൾ ഉൾക്കൊള്ളണം അതെല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുള്ളത്. എക്സ്പെഷ്യലി സ്റ്റൗ ഇവിടെ വരുന്നു, സിങ്ക് ഇവിടെ വരുന്നു, അതുപോലെ ഫ്രിഡ്ജും എക്സ്ട്രാ സ്റ്റോറേജും ഇവിടെ വരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വീട്ടുകാർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഡോറ് കൊടുക്കുന്നതിന് പകരം ഒരു ആർക്കിട്രേവ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതാ തിരിച്ച് ഹാളിലേക്ക് തന്നെ എൻ്റർ ചെയ്യുമ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് വന്നിട്ടുള്ളത്. TV യൂണിറ്റിൽ നല്ലൊരു സിമ്പിൾ യൂണിറ്റ് ആണ് കൊടുത്തത്. ടെറാക്കോട്ട ഡിസൈൻ ആണ് വോള് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ വലിയ ലൂവേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഓവർ ആർഭാടങ്ങൾ കാണിക്കാതെ ഏറ്റവും നല്ല സിമ്പിൾ ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ സെൻറ്റർ ടേബിളൊക്കെ ഈ ഒരു വുഡൻ ഡിസൈനും അതുപോലെ സ്റ്റെപ്പുകളിൽ വന്നിരിക്കുന്ന വുഡൻ ഡിസൈനൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. സാധാരണ രീതിയിൽ സ്റ്റെപ്പിൻ്റെ ടോപ്പ് മാത്രമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കാണാറുള്ളത്. പക്ഷേ ഒരു ഏരിയ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കർവ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് ഈ ഒരു ഡിസൈൻ ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത്. ഒരു റസ്റ്റിക് ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസൈനർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ വുഡൻ ഹാൻഡിൽ, സ്റ്റെപ്പ് മുഴുവനായിട്ട് വുഡൻ ഐഡിയ. ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ സോഫ കൂടെ ഇവിടെ ഇട്ടപ്പോൾ ഈ ഒരു ഏരിയ ഗ്രാൻഡ് ആയില്ലേ. ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു ഹെഡ് ബോളിൻ്റെ ഡിസൈനാണ്. ഹെഡ് ബോൾ എല്ലാം സിമ്പിൾ ഗ്രൂ ഡിസൈൻ ആണെങ്കിലും ഹെഡ് ബോർഡിലേക്ക് വന്നപ്പോൾ വുഡിൻ്റെ കൂടെ സിമ്പിൾ ലെതർ ആയിട്ടുള്ള ഓരോ പീസുകൾ കാണാൻ പറ്റും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് ബോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു പ്ലെയിൻ ഡിസൈനുകളാണ് കൊണ്ടുവരിക. അതിൽ വുഡൻ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ലൈറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് ആണെങ്കിലും
ബേ വിൻഡോയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോയുടെ താഴെ നമുക്ക് വുഡൻ പാനലിംഗ് കാണാം. അത് വാർഡ്രോബായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വുഡൻ ഐഡിയാസ് കൊടുത്തു, സിമ്പിൾ എക്സ്ട്രാ ചെയർ കൊടുത്തു. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ബെഡ് കോട്ടിൻ്റെ ഡിസൈനാണ്. ബെഡ് കോട്ട് കാൻറ്റിലിവർ ആയിട്ട് വരുന്ന ഒരു ഡിസൈനിലാണ്. അതായത് ഈ ഒരു എലമെൻറ്റ് പൂർണ്ണമായിട്ടും ഒരു സ്യൂട്ടബിൾ ഐഡിയയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഏകദേശം 12x10 സൈസുള്ള ഈ ഒരു റൂമിൽ ഈ ഒരു സൈഡിൽ എക്സ്ട്രാ സൈഡ് ടേബിളിന് പകരം ഒരു ഓഫീസ് യൂണിറ്റ് അല്ലെങ്കിൽ ഓഫീസ് ടേബിൾ പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഡ്രോവേഴ്സ് വന്നിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള കേർട്ടൻ വന്നു, അതുപോലെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. ഈ വീട്ടിലെ പ്രധാനപ്പെട്ട റൂമിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള റൂം, സിമ്പിളായിട്ടുള്ള റൂം, ഏകദേശം 14x10 സൈസ് അല്ലെങ്കിൽ 14x12 സൈസ് വലിയൊരു വിശാലമായിട്ടുള്ള റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധ പോയിരിക്കുന്നത് ഇതാ ഈ കാണുന്ന ഹെഡ് ബോർഡിൽ തന്നെയാണെന്ന് എനിക്കറിയാം. ഈ ഗ്രേ കളർ ടെക്സ്ചർ പെയിൻ്റെ കൂടെ വുഡനായിട്ടുള്ള ഈ ഒരു ഐഡിയ കൂടെ വന്നപ്പോൾ ഈ ഒരു റൂം വേറെ ലെവലായി. കാരണം ഈ ഒരു ഹെഡ് വോളിൻ്റെ ഡിസൈൻ ഈ വുഡിലേക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അതിലൂടെ ലൈറ്റിലൂടെ മേലേക്ക് വരികയാണ്. ഈ ഒരു ബെഡ് കോട്ടിന് ഒരു ഗ്രാൻഡ് ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ കർട്ടൻസ് ഈ റൂമിൻ്റെ സൈസ് കാണിക്കുന്നതിന് സഹായകമായി. അതുപോലെ വലിയ ചെയറും, അതുപോലെ സീലിങ്ങിലെ സെയിം ലൂവർ ഡിസൈൻ ഇതാ വോളിൽ പ്ലെയിൻ കളറിലേക്ക് വന്നു. ഇത് പെയിൻറ്റബിൾ ആയിട്ടുള്ള ലൂവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു സൈഡ് ടേബിൾ, ഓവൽ ഷേപ്പിലെ മിറർ, അതുപോലെ വാർഡ്രോബും ഓവൽ ഷേപ്പിലൊക്കെ വന്നപ്പോൾ ഈ റൂം വേറെ ലെവലായില്ലേ. പിന്നെ ഈ റൂമിൽ ഗ്രേ കളർ തീമിൽ വരുന്ന പാറ്റേണോട് കൂടിയ അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ലുക്കിൽ വരുന്ന സെയിം കളർ ടൈലുകളാണ് വന്നിരിക്കുന്നത് 6x4. ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. സൈഡ് ടേബിളിൻ്റെ പ്ലേസ്മെൻറ്റ് സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോങ് ആയിട്ട് അതുപോലെ ഷെൽഫുകൾ വരുന്ന രീതിയിൽ ചെയ്തു. ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണ്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ലാൻഡിങ്ങിൽ നിന്ന് നമുക്കിതാ ലിവിങ്ങിലേക്കുള്ള ഒരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിൻഡോ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഹൈറ്റിൽ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല വുഡൻ ആയിട്ടുള്ള ക്ലാഡിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതേ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഇതേ ഒരു ഹാൻഡ് റെയിലും അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് ഗ്രാബും നമുക്ക് കാണാം. ഇതെല്ലാം തേക്ക് വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബൾക്കി ആയിട്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ എലഗൻ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി വേറെ തന്നെ. ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ഹാളിലേക്ക് വന്നാൽ ഒരു സിമ്പിൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം. ഹൈലൈറ്റ് ആയത് ഇരിക്കുന്നത് ഈ ഒരു സോഫ തന്നെയാണ്. കോഫീസിൻ്റെ നല്ല പ്രീമിയം ലുക്കുള്ള ഒരു കോർണർ സോഫയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന സെൻറ്റർ ടേബിൾ യൂണിറ്റ് ഒക്കെയാണ് ഈ ഒരു ഹാളിലുള്ളതെങ്കിൽ കൂടി ഇതാ ഇവിടെ 2 ബെഡ്റൂം നമുക്ക് കാണാനുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നേരെ എൻ്റർ ചെയ്ത് വരികയാണെങ്കിൽ വുഡൻ ഹെഡ് ബോർഡോട് കൂടിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ് കോട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതിലേക്ക് ഇവിടെ നല്ലൊരു ബോക്ലെ ഫാബ്രിക്കിൽ വരുന്ന ഹെഡ് ബോൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബെഡ് കോട്ടിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തു. അതുപോലെ PVC പാനൽ കൊണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് ബോളാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടുപോലുള്ള സെയിം ചെയർ ഡിസൈൻ, അതുപോലെ വാൾ പാനൽ, മിറർ ഡിസൈൻ ഇതൊക്കെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. വുഡ് കൊണ്ടുള്ള ഡോറുകളാണ് ഈ ഒരു ഭാഗത്ത് വാർഡ്രോബിന് കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പ്ലൈവുഡ് മൾട്ടിവുഡ് തന്നെ മതി എന്ന് പറയുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ള ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ സെയിം പാറ്റേണിലാണ് ഫസ്റ്റ് ഫ്ലോറിലും ബെഡ്റൂമുകൾ വന്നതെങ്കിലും അതിൽ വന്ന ഇൻറ്റീരിയറിൻ്റെ ഡിഫറൻസ് ആണ്, കളർസ് കോമ്പിനേഷൻ്റെ ഡിഫറൻസ് ആണ്. ഇവിടെ ബേ വിൻഡോ കാര്യങ്ങളൊക്കെ സെയിം പാറ്റേണിൽ വന്നിട്ടുണ്ട്, പക്ഷേ കളർ ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് വന്ന ഡിസൈനുകൾ നിങ്ങൾക്ക് വാളിൽ കാണാം. അതുപോലെ വുഡൻ വർക്കുകൾ താഴേക്ക് കാണാം. ഒരു ഫോൾഡബിൾ അഡീഷണൽ ടേബിൾ ഇവിടെ നമുക്ക് കാണാം. ഒരാൾക്ക് റിലാക്സ് ചെയ്ത് ഇരുന്ന് വർക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിലെ യൂട്ടിലിറ്റി എല്ലാം നടക്കും. ഈ ഒരു ഭാഗത്ത് മാക്സിമം സ്റ്റോറേജ് വാർഡ്രോബിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ഫിനിഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു PU ഫിനിഷ് ആണ് ഇതിൻ്റെ ലാമിനേറ്റിന് പകരമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. PU ഫിനിഷിൽ വാർഡ്രോബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഇതുപോലെയൊക്കെ കൊടുക്കാൻ പറ്റും. ഈ ഒരു ബെഡ്റൂമിലെ ഫർണിച്ചേഴ്സ് എല്ലാം വുഡൻ വർക്കുകളെല്ലാം കളർ കോമ്പിനേഷനിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത്. ഒരു പാസ്റ്റൽ കളർ സ്റ്റൈലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയർ കൂടെ ഇവിടെ കൊടുത്തപ്പോൾ അടിപൊളിയായി. നമ്മൾ വീടുകൾ ഓരോന്നും പരിചയപ്പെടുത്തുമ്പോൾ ആ വീടിന് എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മളത് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള വീടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും മറ്റു ആൾക്കാർക്ക് അതുപോലുള്ള വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കോഫീസിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകളിൽ നമ്മൾ ശ്രദ്ധിച്ച ഫർണിച്ചർ വർക്കുകളാണ്. വീട്ടിൽ എങ്ങനെയൊക്കെ ഫർണിച്ചറുകൾ നല്ല രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് വുഡൻ വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് കോഫീസ്. അവരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് അവരുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാമല്ലോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.